ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയ ഒരു അടിപൊളി ഫിഷ് കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അയല വെച്ചിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. ഇത് കപ്പയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ ഫിഷ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുക്കുന്നത്. മീൻ കറി എപ്പോഴും ചട്ടിയിൽ വെക്കുമ്പം അതിൻ്റെ ടേസ്റ്റും സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8-10 ചുവന്നുള്ളിയും ഒരു ചെറിയ പിടി വെളുത്തുള്ളിയും കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, ഒരു ചെറിയ സവാളയുടെ ഹാഫ് മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി കറിക്ക് യൂസ് ചെയ്യുന്ന പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് നേരം ചൂടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി ഒരു കയ്പ്പ് ചോയ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റിൽ തക്കാളി ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് പുളി എടുക്കരുത്. അപ്പം പുളിയും തക്കാളിയും ഒരുമിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ അളവ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ആയിപ്പോരുത്. ഇത് നമ്മൾ ഫസ്റ്റിൽ വഴറ്റിയെടുത്തില്ലേ, അത് പേസ്റ്റ് ആക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ സെയിം ബൗളിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫിഷ് കൂടി ചേർത്താൽ നമ്മളെ കറി ഏകദേശം സെറ്റായി. അപ്പോൾ ആ ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫിഷ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പം ഇത് ഉടയാതെ വേണം ഇളക്കാൻ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ അയല മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെ ചോറ്, പുട്ട്, ചപ്പാത്തി ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ.